എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സംഭാഷണം തയ്യാറാക്കാം. സംഭാഷണം. ക്ലിയർ ആയില്ലേ കുട്ടികളെ? ഇവിടെ ചോദിക്കുന്നത് എന്താ, പേരെന്താന്ന് അല്ലേ? പേരെന്താന്നിങ്ങനെ ചോദിക്കുക നമുക്ക് ഹിന്ദിയിൽ. നാം ക്യാ ഹൈ? അപ്പോൾ എന്താ ഉത്തരം? എൻ്റെ പേര് ലക്ഷ്മി. എൻ്റെ നാം അല്ലേ, മേരാ നാം ലക്ഷ്മി. എങ്ങനെയാണ് ലക്ഷ്മി എന്ന് എഴുതുക? ക്ഷാപകുതി മ അല്ലേ, ലക്ഷ്മി. ലക്ഷ്മി ഹെ എന്നാകുന്നു, ലക്ഷ്മി എന്നാകുന്നു. ലക്ഷ്മി ഹെ. എത്ര വയസ്സായി? എത്ര വയസ്സായി എന്നെങ്ങനെ ചോദിക്കട്ടെ? എത്ര വയസ്സായി എന്നെങ്ങനെയാണ് ചോദിക്കുക? തുമാരി വയസ്സിനെന്നാ കുട്ടികളെ പറയാ? ഉമ്ര കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉമ്ര ക്യാ ഹേ, എൻ്റെ വയസ്സെത്രയാ എന്നാണ് അർത്ഥം. ഉമ്ര ക്യാ ഹേ, എനിക്ക് 15 വയസ്സായി എന്ന് പറയുന്നു കുട്ടി. അപ്പം എന്താ? മേ 15 അല്ലേ, 15 എന്നാ പറയാ? 15 സാൽ. ഇങ്ങനെ പറയുക 15 വയസ്സായിന്ന്? 15 സാൽ കി ഹും കേട്ടോ. അഥവാ നിങ്ങളോട് നിനക്കെത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ എന്താ പറയുക? മേ 20 സാൽ കി ഹും അല്ലേ? ആൺകുട്ടിയാണെങ്കിലോ മേ 20 സാൽ കാ ഹും അല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ, ഏത് സ്കൂൾ പഠിക്കുന്നു, ഏത് അവനവൻ പഠിക്കുന്ന സ്കൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക. ഏത് സ്കൂളിൽ പഠിക്കുന്ന പറയുമ്പോൾ എന്താ എഴുതുക? കേസ് സ്കൂളിൽ അല്ല, സ്കൂൾ മേ പഠിത്തി ഹൂം അല്ലേ? സ്കൂൾ മേ പഠിത്തി ഹൂം. അപ്പോൾ ഇവിടെ തും എന്നുള്ള രീതിയിലാണ് ചോദിക്കുക അല്ലേ? തും കിസ് സ്കൂൾ മേ പഠിത്തി ഹോ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അപ്പം കുട്ടി പറയാണ് സെൻറ്റ് മേരീസ് സ്കൂൾ അല്ലേ? ഏത് സ്കൂളും ആവാം, അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ ചേർക്കേണ്ടതെന്ന്. സെൻറ്റ് മേരീസ് സ്കൂൾ മേ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. സ്കൂൾ മേ അവനൻ പഠിക്കുന്ന സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി എഴുതുക. ഇനി ഏത് ക്ലാസ്സിൽ എങ്ങനെ പറയാം? ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടികളെ പറയാം ഹിന്ദിയിൽ കക്ഷ അല്ലേ? കിസ് കക്ഷാമേ, ഏത് ക്ലാസ്സിൽ? 10ാം ക്ലാസ്സിൽ എങ്ങനെ പറയുക? 10 അല്ലേ? 10ാം ക്ലാസ്സിൽ അങ്ങനെ പറയാം കുട്ടികളെ? 10वीं कक्षा में. 10वीं कक्षा में, ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നർത്ഥം. അപ്പോൾ അച്ഛൻ എന്താ ജോലിയും ചോദിക്കുക. അച്ഛൻ എന്ത് ചെയ്യുന്നു? പിതാജി. പിതാജി കണ്ട, അച്ഛനായിട്ട് ബഹുമാനപൂർവ്വം പിതാജി ക്യാ കർത്തേ ഹേ, അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛന് ജോലി എന്താണ് അർത്ഥം? അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം പറയുകയാണ്
ഒരു സ്വകാര്യ സ്കൂളിലെ ടീച്ചറാണ് അച്ഛൻ അല്ലേ. എങ്ങനെയാ പറയുക? ഏക് സ്വകാര്യ സ്കൂളാണ്. നിജി സ്കൂൾ മേ ടീച്ചർ അല്ല അധ്യാപക് കേട്ടോ. അല്ല അധ്യാപക് എന്ന് പറഞ്ഞാൽ ടീച്ചറിന് എഴുതാം, എന്തോ എഴുതാം, ടീച്ചർ. അമ്മ എന്ത് ചെയ്യുന്നു? അങ്ങനെ പറയാം ഹിന്ദിയിൽ. അമ്മ എന്ത് ചെയ്യുന്നു? മാം ക്യാ. അമ്മയാണ്, അപ്പം ക്യാ കർത്തി എന്നായി അല്ലേ. മാം ക്യാ കർത്തി ഹേ. അമ്മയാണ്, ബഹുമാനം വേണം അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? സച്ചിവാലയിൽ സെക്രട്ടേറിയറ്റിൽ എന്ത് ജോലി ചെയ്യുന്നു? ഒരു ക്ലർക്കാണ്. ക്ലർക്ക് ഹേ. അപ്പം ചോദിക്കുകയാണ് എത്ര സഹോദരന്മാരും ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം കുട്ടി പറയുകയാണ്, എന്താ പറയുന്നത്? എത്ര സഹോദരന്മാർ? എനിക്ക് മേരെ. ഇന്നത്തെ കാലത്ത് കുറേ കുട്ടികളൊന്നും ഉണ്ടാവില്ല അല്ലേ കുട്ടികളെ? അതെ, ഏക്ക് ഭായിയും ഉണ്ട് ഏക്ക് ബഹനും ഉണ്ട് എന്ന് പറയുന്നു. അത് തന്നെ അധികം അല്ലേ. ഏക്ക് ഭായി और एक बहन है. ഒരു സഹോദരനും സഹോദരിയുണ്ട്. സോറി കുട്ടികളെ, ഞാനിവിടെ എത്ര സഹോദരിമാരും ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് വരെ ഉത്തരം എഴുതിപ്പോയി. സോറി. മേരെ ഏക് ഭായി ഓർ ഏക് ബഹൻ ഹെ അറിയാതെ എഴുതിപ്പോയി. സോറി. ഇവിടെ എഴുതാം കിത്തനെ ഭായി ബഹൻ ഹെ. സോറി, കിത്തനെ എത്ര സഹോദരൻ ഭായി ബഹൻ ഹെ. എത്ര സഹോദരൻ സഹോദരി ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. കിത്തനെ ഭായി ബഹൻ ഹെ. അപ്പം പറയാണ് മേരെ. കാണുന്നില്ല കുട്ടികളെ? പറയാണ് എന്താ പറയുന്നത്? मेरे एक भाई और एक ബഹൻ ഹേ. ഒരു സഹോദരനുണ്ട് അല്ലേ. ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി, ഭായി എന്ന് പറഞ്ഞാൽ സഹോദരൻ. അതെ, മേരെ ഏക് ഭായി ഓർ ഏക് ബഹൻ ഹേ. എനിക്ക് മേരെ ഏക് ഭായി ഓർ ബഹൻ ഹേ. ഏക് ബഹൻ, ഒരു സഹോദരനുള്ളത്. ഏതെല്ലാം ജോലികളിൽ താല്പര്യമുണ്ട്, എന്തെല്ലാം ജോലി ചെയ്യും, എന്തെല്ലാം സഹായിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പം എന്താ ചോദ്യം? ഏതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം കിൻ മുന്നേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം കിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെല്ലാം എന്നാണ്. ജോലികൾ എന്ന് പറയുമ്പോൾ പ്രവൃത്തികൾ അല്ലേ. കാമേമേ എന്ന് വരില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ മേ എന്ന പ്രത്യയം ഈ ക്രിയക്ക് മുന്നിൽ വന്നതുകൊണ്ട് ഇത് കാം ഓമേ ആയി അല്ലേ. കാമോമേ. മനസ്സിലായോ?
അപ്പോൾ കിൻ കിൻ കാമോമേ താല്പര്യത്തിന് എന്താ ഹിന്ദി പറയാ? ദിൽചസ്പി കേട്ടോ. ദിൽചസ്പി അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? താല്പര്യം കേട്ടോ കുട്ടികളെ. ഏതെല്ലാം കാര്യങ്ങൾ ജോലികളിൽ താല്പര്യമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെല്ലാം ഇഷ്ടം വെച്ചാൽ അതെല്ലാം എഴുതിക്കോളുക. ഇങ്ങനെ പൂന്തോട്ടം തയ്യാറാക്കുന്നുണ്ടോ, അല്ല കൈവേല അറിയാവോ, അല്ല പിന്നെ കൊട്ടമടിയാനോ, എന്തെല്ലാം ഉള്ളത് വെച്ചാൽ അതെല്ലാം അറിയാം. പിന്നെ സൂചി നൂലും കോർത്തിട്ട് പൂക്കൾ തുന്നുമല്ലോ, പണ്ടെല്ലാം അങ്ങനെയല്ലേ തയ്യൽ ക്ലാസ്സെല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പം മിടുക്കികളായ കുട്ടികൾ എന്തെല്ലാം തയ്യാറാക്കും അല്ലേ? അതെ, കുട്ടികളെല്ലാം ഇവിടെ ഇപ്പോൾ പെൺകുട്ടീനെ ഉദ്ദേശിച്ചാണല്ലോ നമ്മൾ സംഭാഷണം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉദ്യാനകല എന്നാണ് പറയുന്നത്. അപ്പം ഉദ്യാനത്തിൽ നിന്നാ ബാഗ്ബാനി കേട്ടോ, ബാഗ്ബാനി അറിയാം, ഉദ്യാനകല അറിയാമെന്ന് കുട്ടി പറയുന്നത്. പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം ബാഗ്ബാനി. ഇവിടെ നമുക്കൊരു പരിചയപ്പെടുത്തി തന്നു ഒരു പുതിയ വേർഡ്, ബാഗ്ബാനി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അടുക്കളയിൽ അമ്മേനെ സഹായിക്കും, എന്തെല്ലാം വേണം അല്ലേ? പിന്നെ തുന്നാൻ അറിയാം, സിലായി അല്ലേ, സിലായി എന്ന് പറഞ്ഞാൽ എഴുതാം. സിലായി എന്ന് പറഞ്ഞാൽ തുന്നുക, കൈത്തുന്നു തുന്നുക കേട്ടാ, തുന്നാൻ അറിയും. തയ്യൽ അല്ലെങ്കിൽ തയ്യൽ എന്ന് എഴുതുക കേട്ടോ, തയ്യൽ തുന്നുക. ചില കുട്ടിയൊക്കെ മനസ്സിലാവില്ലായിരിക്കും തുന്നുക എന്ന് പറയുമ്പോൾ. തയ്യൽ സുലായി. അപ്പം അടുത്ത എന്താണ്? കൂട്ടുകാരിൻ്റെ പേരാണ് ചോദിക്കുന്നത് അല്ലേ? കൂട്ടുകാരിയുടെ പേരെന്താന്ന് ചോദിക്കുന്നു. അതെല്ലാവരും ചോദിക്കുന്നത് സാധാരണ അല്ലേ? അപ്പോൾ അതെങ്ങനെ ചോദിക്കുക? കൂട്ടുകാരിക്ക് എന്നാ പറയുക കുട്ടികളെ? സഹേലി കേട്ടോ, സഹേലി കൂട്ടുകാരി. സഹേലി കാ നാം ക്യാ ഹെ? സഹേലി കാ നാം ക്യാ ഹെ? കൂട്ടുകാരിയുടെ പേരെന്താണ്? എന്താണ്? വീട്ടുജോലി അറിയുമോ? അപ്പോൾ എന്താ കൂട്ടുകാരിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഒഴിച്ചുവിടാൻ മറന്നുപോയി. അപ്പം ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുമല്ലോ എന്തെങ്കിലും ഒരു പേരിടുമല്ലോ, സീന എന്നാൻ്റെ കൂടെ അല്ലേ? ഞാനതിവിടെ ഒരു വരി വിടാൻ മറന്നുപോയി കുട്ടികളെ. അപ്പം ഞാനിവിടെ ഒരു പേര് എഴുതാം, സീന എന്നിടാം. കുട്ടിയുടെ പേര് സീന. മറുപടി പറയുകയാണ് കുട്ടി, സീന. ഇനി ഇവിടെ വീട്ടു ജോലി ചെയ്യുമോ? അപ്പം എന്താ പറയുക? വീട്ടു ജോലിക്ക് എന്താ പറയുക കുട്ടികളെ? വീട്ടു ജോലി വീട് അല്ലേ? ഗർക്കെ ജോലി എന്താ? ഗർക്കെ കാംകാസ് എന്ന് പറയും. കാംകാജ് കേട്ടോ, കാംകാജ്. വീട്ടിലെ ജോലി കാംകാജ് ചെയ്യുമോ? കർത്തി ഹെ, ഗർക്കെ കാംകാജ് കർത്തി ഹെ. പെൺകുട്ടിയല്ലേ അല്ലേ? അപ്പോൾ കർത്തി ഹെ. അപ്പം കുട്ടി പറയും ചെയ്യും. അമ്മ വീട്ടുജോലി പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താ കുട്ടി പറയുന്നത്? മാമിനെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. മാമിനെ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊച്ച് പഠിപ്പിക്കുക എന്നുള്ളത് എന്നാ കുട്ടികളെ അർത്ഥം? സിഖാന അല്ലേ? അപ്പോൾ ഇവിടെ സിക്കായ, അമ്മ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, വീട്ടു ജോലിയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. ആഹാരം പാകം ചെയ്യാൻ അറിയുമോ? അപ്പം ഭക്ഷണം തയ്യാറാക്കാൻ അറിയോ എന്നാ ചോദ്യം. ഭക്ഷണത്തിന് എന്നാ പറയുക? ഖാന. ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നാ അർത്ഥം? ബനാന അല്ലേ? ഖാന ബനാന അറിയുമോ? ആത്താ ഹെ അല്ലേ? ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറാക്കാൻ അറിയുമോ എന്നാ ചെയ്യുന്നത്. അപ്പോൾ എന്താ അറിയാമെന്നുള്ളതിന് എന്നാ പറയുക? ആത്താ ഹെ അറിയാം.
आता है. അറിയാമെന്ന് കുട്ടി സമ്മതിക്കുന്നു അല്ലേ. ഇനി ഇത് നല്ല ശീലമാണ്. ഏതാ കുട്ടികളെ നല്ല ശീലം? ഇത് നല്ല ശീലമാണ്. ഇത് നല്ല ശീലമാണെന്ന് എങ്ങനെ പറയാം? ഇത് യ അല്ലേ, അതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചത്. യ നല്ല അല്ലേ, നല്ല ശീലമാണ്. ബഹുത്ത് അച്ച അല്ലേ, കേട്ടിട്ടുണ്ടാവില്ലേ? ബഹുത്ത് ഇവിടെ പെൺകുട്ടിയാണ് അല്ലേ. അപ്പോൾ യ ബഹുത്ത് അച്ചി. ശീലത്തിന് എന്താ കുട്ടികളെ പറയാ? ശീലം. യ ബഹുത്ത് അച്ചി ആദത്ത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആദത്ത് നല്ല സ്വഭാവം എന്നെല്ലാം കേട്ടിട്ടുണ്ടോ? അതെ, ഇത് നല്ല സ്വഭാവം നല്ല ശീലമാണ് എന്ന് പറയുന്നു. യ ബഹുത്ത് അച്ചി ആദത്ത് ഹേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് കൂട്ടുകാരിയോട് ചോദിക്കുകയാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ കൂടെ വീട്ടിൽ വരുന്നുണ്ടോ, അതെങ്ങനെ പറയാ? അബ്. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക? അബ്. ഇപ്പോൾ എൻ്റെ കൂടെ എന്നാ ഹിന്ദി പറയാം? മേരെ സാത്ത്. കേട്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ അല്ലേ. മേരെ സാത്ത്. എൻ്റെ കൂടെ വീട്ടിൽ എന്ന് പറയുന്നത് എന്താ പറയുക? വീട്ടിൽ ഘർ വരുന്നുണ്ടോ, പെൺകുട്ടിയോടാ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ആത്തി ഹോ. നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇന്നില്ല എന്നെങ്ങനെ പറയാം? ഇന്ന് എന്നുള്ളതിനെന്നാ കുട്ടികൾ ഹിന്ദി പറയാം? ആജ് അല്ലേ. ഇന്നില്ല എന്നെങ്ങനെ പറയാം? ആജ് നഹീം. ആജ് നഹീം. പിന്നെയോ നാളെ ആവട്ടെ. നാളേക്ക് എന്നാ കുട്ടികളെ? ഇത് മുന്നേ എത്രയോ പഠിച്ചു നാളെ എന്നുള്ളത് അല്ലേ. കൽ വരിക, നാളെ ആവട്ടെ, നാളെ വരാം എന്നുള്ളത് എന്ന് പറയാം. ഊങ്കി അല്ലേ. ആന എന്നുള്ളതിന് ഊങ്കി ചേർത്തു അല്ലേ. ഊങ്ക, ഊങ്കി, എങ്കെ, ഏകെ എന്നെല്ലാം വരുമ്പം എന്തായി? വർത്തമാനകാലമായി തീർന്നു അല്ലേ. വരാം അല്ലേ. അപ്പോൾ ഊങ്കി, ഞാൻ എപ്പോൾ വരാം? നാളെ ആവട്ടെ, നാളെ വരാം. കൽ ആവൂങ്കി, നാളെ വരാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായ? അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? നമ്മളൊരു സംഭാഷണം തയ്യാറാക്കുമ്പോൾ ഏത് രീതിയിലാണ് അല്ലേ വരിക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഒരു സംഭാഷണം തയ്യാറാക്കുന്ന ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ ഉള്ള സംഭവം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളിത് ഇതേപോലെയുള്ള സംഭാഷണം തയ്യാറാക്കി പഠിച്ചു നോക്കണം. വല്ല സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ? എന്നോട് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടല്ലോ മനസ്സിലായിട്ടില്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ബാത്ചീത്തുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.